നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം റിമി ടോമിയുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം. റിമിയുടെ സിനിമാ ജീവിതം കഴിഞ്ഞ് ഗായിക ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. റോയ്സിനോടൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു അസ്തമനത്തിന് മുമ്പ് തീർക്കുമോ? അത് പറ്റാറില്ല. അത് പറ്റില്ല. പക്ഷേ അവന്റെ അടുത്ത് മാത്രം അത് അല്ല പിറ്റേ ദിവസം ആണെങ്കിൽ സോൾവ് ആക്കിയിരിക്കും. പക്ഷെ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അന്നേക്ക് സോൾവ് ആക്കിയ പിറ്റേ ദിവസം അടക്കം വീണ്ടും അല്ല, നാളെ നമുക്ക് എന്താ സംഭവിക്കുക, ആ വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അത് പിന്നെ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു മുറിവായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. വിശുദ്ധ റിമി ടോമി, ഞാൻ പോപ്പനൊരു കത്തെഴുതുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശുദ്ധിയൊന്നുമല്ല. ഒരു മനുഷ്യനുണ്ടാകും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, ചീത്ത സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ എനിക്കുണ്ട്. അതാണ് റിമി ടോമി, അതാണ് മനുഷ്യൻ. അത്രേ ഉള്ളൂ. റിമി, അപ്പോൾ ജയറാം ചോദിച്ചൊരു കാര്യമുണ്ട്, കൊല്ലാൻ ശ്രമിച്ചാണോ? അല്ലതല്ലേ ചോദിച്ചു. അതായത് ഈ അഭിനയത്തിന്റെ തീഷ്ണതയിൽ സംഭവിച്ചത് പോയതാണോ, അതെയോ ടെൻഷൻ കൊണ്ട് അറിയാൻ പറ്റത്തില്ല ഏട്ടാ. അത് ടെൻഷൻ ആയിരിക്കാം ഒരു പക്ഷേ. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ചില സീനുകളൊക്കെ. അല്ല, മറ്റേ കല്യാണ സീനല്ലേ? കല്യാണ സീനും ഫസ്റ്റ് നൈറ്റ് സീനും ശരിക്കും എൻജോയ് ചെയ്തു, ഇല്ലാന്ന് പറയണില്ല. പിന്നെ എൻജോയ്, ഡാൻസ്, പാട്ടൊക്കെ ഇടയിലേക്ക് തിരികെ വന്നപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ലൊക്കേഷനിൽ വന്ന ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒന്നും കൂടെ ഇതാവുന്നത്, ചാർജ് ആവുന്നത്. രാവിലെ എണീറ്റ് വന്നതിന്റെ, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ കടന്ന് ഉറങ്ങുമ്പോൾ ഒരു ഉച്ചവരെ എണീക്കുന്നതിന് ശീലമുണ്ട് എനിക്ക്. അപ്പോൾ അതനുസരിച്ച് കണ്ണൻചേട്ടൻ എല്ലാം അറിയാം. അതനുസരിച്ച് എനിക്ക് വേണ്ടിയുള്ള ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പല സീനുകൾ വരെ എനിക്ക് തരുവുള്ളൂ. ഉച്ച എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? അല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സ്വഭാവം കുറച്ച് നന്നായോ? കുറച്ച് നന്നായിട്ട്. കാരണം ഇപ്പൊ 8:30 ആകുമ്പോൾ ഞാൻ എന്തായാലും എണീക്കാൻ നോക്കുന്നുണ്ട്. 8:30? റിമി ടോമി 8:30 എഴുന്നേറ്റ് തുടങ്ങിയോ? നാളത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. എല്ലാരും പറയണ 12 മണി കഴിഞ്ഞാൽ എഴുന്നേക്കൊള്ളുന്നത്. അല്ലല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടത്തില് ഈ മെലിഞ്ഞ് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് പല പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ട് എത്ര വർഷങ്ങളുണ്ടായിരുന്നു, കഴിക്കാറില്ലായിരുന്നു. നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന അനുസരിച്ച് വണ്ണം കൂടത്തേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാം കറക്റ്റ് കഴിച്ചാലേ നമ്മൾ എല്ലാവർക്കും വണ്ണം കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ ഈ സിനിമയിൽ ഒരു പക്ഷേ റിമി ടോമിയുടെ ആദ്യത്തെ ടെൻഷൻ പിന്നീട് ഒരു എക്സൈറ്റ്മെന്റ് വഴിമാറി, പിന്നീട് ജോളിയായി, ഒരു മേക്ക് ഓവർ ആയിരുന്നു. ഒരു പക്ഷേ ഒരു കോളേജിൽ ഒരു ഡിഗ്രി പഠിക്കാൻ പോയ പോലെ ആയിരുന്നു ഈ സിനിമ ലൊക്കേഷൻ. ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചതിൽ ഏറ്റവും, നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും വർഷമായിട്ട് TV പരിപാടി ചെയ്യുന്നു, സ്റ്റേജ് ഷോ ചെയ്യുന്നു, റെക്കോർഡിങ്ങിന് പോകുന്നു. ഈ 3 കാര്യങ്ങളല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ല. യാന്ത്രികമായിരുന്നു എന്നുവെച്ചാൽ പാട്ടാണ് എൻ്റെ തൊഴിൽ, എനിക്ക് അറിയാം, ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾ ഒരുപോലെയല്ല സീൻ മറ്റൊരു സീൻ ഇരിക്കുന്നത്. പല പല ആൾക്കാർ ഓപ്പോസിറ്റ് വന്ന് നിന്ന് അഭിനയിക്കുന്നു. എന്തൊക്കെയോ ഒരു ചേഞ്ച് കുറച്ച് അനുഭൂതിയുടെ പുതിയ തലങ്ങൾ. അതെ, ഞാൻ എൻജോയ് ചെയ്തു. ഇനി സാമ്പത്തികമായ സിനിമ വിജയിച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അവരൊക്കെ അറിയണം. മുന്നേ വളരെ കുട്ടിക്കാലത്ത് നിന്നേ റിമി ഇങ്ങനെ ആയിരുന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. റിമിക്കൊരു റിമാർക്കബിൾ ചേഞ്ച് വന്ന ഏതെങ്കിലും ഒരു പീരീഡ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഒരു കാതലായ മാറ്റം, ഇത്തരമൊരു വളരെ ബബ്ലി ആയിട്ടുള്ളൊരു കുട്ടി, അതിൽ നിന്നും ഇത്രയും ഒരു പവർ ഹൗസ് ടാലൻറ്റ്, പവർ ഹൗസ് എനർജി, അതിലേക്ക് മാറുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതിലേക്ക് വളർത്തിയെടുത്ത ഒരാൾ സ്വയം മാറിയതോ ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനുപേനം വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചേ. നല്ല മനുഷ്യനുമാ. അപ്പോൾ നമ്മളൊന്നും അല്ല. അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ പോലെ എന്ത് മെസ്സേജ് അയക്കോ, കോൾ ചെയ്തോ എത്ര തിരക്കുണ്ടോ എനിക്ക് തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതേപോലെ ഒരു പിള്ളേരൊക്കെ എത്ര മെസ്സേജ് അയച്ചു ഇന്നേ വരെ അനുപേനം നല്ല ഫോട്ടോയും കൂടെ അയച്ചു കൊടുക്കണം. അയ്യോ അനുവേട്ടാ, സോറി ഏട്ടാ. റിമി ടോമി മേക്ക് ഓവർ എന്ന് വെച്ചാൽ ഞാൻ റിമിയെ കണ്ടിട്ടുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ 2002-2003 കാലഘട്ടത്തിൽ കൈരളി TV ഡുണ്ടുണ്ടും PPP ഒരു കൊച്ചു പെണ്ണ് വരും,
2 തുള്ളൊക്കെ തുള്ളിയിട്ട് ഞാൻ കാണിച്ചു മോണിക്ക്. വരട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട് കാണാൻ. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും പതിപോലെ ഞങ്ങളുടെ ഈ ഡും 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 കനവിലും നിലവിലും എളിയേലി കണ്ടുകൊണ്ടൊരു കഥ എഴുതി. കനവിലും നിലവിലും എളിയേലി കണ്ടുകൊണ്ടൊരു കഥ എഴുതി. അഴകൊഴുകും മൊഴികളുമായി അഴകൊഴുകും മൊഴികളുമായി. എന്തൊരു ഇതല്ലേ അത്. വയസ്സും കൂടി ഒന്ന് ആലോചിക്കണം. നമ്മളെല്ലാവരുടെയും സ്റ്റാർട്ടിങ് കരിയറിൽ ഞാനിപ്പോ പാലയിൽ ഒരു സാധാരണ വീട്ടിൽ ജനിച്ചേക്കുന്ന ഒരാളാണ്. ഇന്നത്തെ പോലെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാനോ ഇത്രയും മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കാനോ ഒന്നുമുള്ള നമുക്കിതില്ല. പക്ഷെ അതിലൊരു 15 വയസ്സിന്റെ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത്. പതുക്കെ പതുക്കെയല്ലേ നമ്മളത് ഇതെല്ലാം വരുള്ളൂ. ഈ റിമി ടോമിയാണ് ഞാൻ 2002-2003 ആദ്യം കൈരളിയുടെ റിമിയുടെ കണ്ണ് നനഞ്ഞല്ലേ. അല്ലല്ല, എനിക്കതൊരു ഓർമ്മ. ആനന്ദാശ്രുക്കൾ. ഇപ്പൊ കണ്ടോ എന്റെ സെറ്റിൽ വന്നിട്ട് ആൾക്കാർ കരയുന്നത് എന്തുകൊണ്ടാണ്? സന്തോഷം കണ്ടെന്ന് മനസ്സിലായില്ലേ? കരഞ്ഞു ഞാൻ. സന്തോഷം. ഇല്ല, ഇത് ആനന്ദാശ്രു തന്നെയാണ്. ഇത് ദുഃഖത്തിന്റെ ഇതൊന്നും അല്ല. ഈ ജോൺ ബ്രിട്ടാസ് എന്ത് സാധുവാ നോക്കൂ. ഒരാളെ അവര് കരയുന്നുണ്ടെങ്കിൽ അവര് സന്തോഷം കൊണ്ട് കരയും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ടി വിയിൽ ഇരുന്ന് ഇങ്ങനെ കരയാൻ. പക്ഷെ റിമിക്ക് അവര് വിചാരിക്കുന്ന വ്യത്യസ്തമായിട്ട് അതൊരു വലിയ പ്രശ്നം. എനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ല ആൾക്കാരെ കാണിച്ചിങ്ങനെ സഹതാപത്തിന്റെ കണ്ണീര്. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ മനുഷ്യരായി പോയി. മൂക്ക് ചീറ്റണമെങ്കിൽ ചീറ്റ്. ഇപ്പൊ ആയിട്ടില്ല. എന്നിട്ട് ഇതാണ് ഈ റിമി ടോമി. ഒരു പക്ഷെ അനൂപ് മേനോൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. അതായത് റിമി കണ്ണീരങ്ങ് വന്നോട്ടൊരു കുഴപ്പമില്ല, നീ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. ഇത്രയും ഭാഗം ഒലിച്ച് മേക്കപ്പ് കളയണ്ടെന്ന്. മേക്കപ്പിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. സൗന്ദര്യത്തിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതുവരെ. പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ചേട്ടാന്ന് വിളിക്കും, സാറെന്ന് വിളിക്കും. സ്നേഹം കുടുംബം അറിയാണ്ട് ചേട്ടാന്ന് വിളിച്ചു. സാറിന് ഒരിക്കലും ആത്മബന്ധത്തിന് ഇത് വരത്തില്ല. എന്ത് കുന്തെങ്കിലും വിളിക്കുക. റിമി അനൂപ് മേനോൻ പറഞ്ഞൊരു കാര്യം, ഒരു മേക്ക് ഓവർ. ഒരുപക്ഷെ റിമി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പഴയതിലേക്ക് വന്നു. വ്യാഴവട്ടം. ഒരു വ്യാഴവട്ടം കൊണ്ട് റിമിക്കുണ്ടായ മാറ്റം ഒരുപക്ഷെ റിമിയുടെ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു. വേണമെങ്കിൽ അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ വേണേൽ റിമി അതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും വേണേൽ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഒരുപക്ഷെ മലയാള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം മേക്ക് ഓവർ ചെയ്ത ഡ്രാസ്റ്റിക് ആയ ഒരു ചേഞ്ച്, വലിയൊരു മാറ്റം, അത് ആ രൂപങ്ങളിൽ നിന്ന് തന്നെ റിമിക്ക് തന്നെ ഓരോ രൂപം കാണുമ്പോൾ റിമിക്ക് വന്ന ആ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അനൂപ് ചോദിച്ചത്. സംസാരത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. കാരണം എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കൂളിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഡുംഡുണ്ടും PPPയിൽ നിന്ന് ഒന്നൊന്നും മുന്നോട്ട് വന്ന അവതാരകയിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ഏത് കാര്യവും ഏത് പ്രൊഫഷനും കൈരളിയിൽ ഫസ്റ്റ് ഞാൻ വന്നിട്ട് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗാൻവിൻ്റെ ഓഡിഷനിൽ ഞാൻ വന്നിരുന്നു. അതും പറയണം. ഫസ്റ്റ് ചിങ്ങമാസം എന്ന പാട്ട് ഹിറ്റായതുകൊണ്ട് മാത്രമാണ് കൈരളിക്കാർ ഈ ഡുംഡുണ്ടും PP അവതരിപ്പിക്കാൻ. ഓക്കെ, ചിങ്ങമാസം ഫെയിൽ മീശമാധവിൽ പാടിയ കുട്ടിയാണ് കേട്ടോ. മീശമാധവിൽ പാടിയ കുട്ടിയാണ്. അപ്പം നാദൃഷികയുടെ കൂടെ നിർത്തിക്കോ എന്ന് കയറി ഈ ചാനൽ അനുവദിച്ചത്. പക്ഷേ ഈ ചാനൽ അത് അനുവദിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച പരിപാടിയും ഡുംഡുണ്ടും PPP ആണ്. സംസാരത്തിൽ ഒത്തിരി മാറ്റം വന്നു. ഒരു മോശം ഉണ്ടായില്ല. കണ്ടോ കൈരളിയുടെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു വളർച്ചയെന്ന് നോക്ക്. ഈ അനൂപ് തന്നെ കൈരളിയിൽ ശുഭദിനത്തിലൂടെ വന്നയാളാണ്. മോർണിംഗ് ഷോ പ്രോഗ്രാമിലെ ആങ്കർ ആയിരുന്നു. ഒരു ബ്രേക്ക്, ഒരുപക്ഷെ പാലയിൽ നിന്ന് ഒരു സാധാരണ പെൺകുട്ടിയായ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച എനിക്ക് റിമിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു പക്ഷേ ഞാൻ അറിഞ്ഞതിൽ നിന്ന് വളരെ സാധാരണ പെൺകുട്ടിയായിട്ട് റിമി ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു മാറ്റമാണ്. ഒരുപക്ഷെ പലരെയും വിസ്മയിപ്പിക്കുന്നൊരു മാറ്റമാണ്. ആ മാറ്റമാണ് ഒരുപക്ഷെ റിമി ടോമിയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം. എന്ന് വെച്ചാൽ ഡ്രസ്സിന്റെ കാര്യത്തിലാണ് മേക്ക് ഓവർ ഉദ്ദേശിച്ചത്. കഴിവ്, വെർസറ്റാലിറ്റി, സംസാരം. അങ്ങനെ എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെയാണ് നന്ദി പറയേണ്ടത്. പ്രേക്ഷകർക്കാണ് നന്ദി പറയേണ്ടത്. നേരത്തെ സാറ് പറഞ്ഞു സാഹചര്യം കണ്ടാണോ
സാഹചര്യം കൊണ്ട് എനിക്കിത് പൊരുതി നേടാന്ന് വിചാരിച്ചാൽ നമ്മളെ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഇഷ്ടപ്പെടാത്തവരോട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല. കാരണം ഞാൻ ആരെയും വീട്ടിൽ ചെന്നിട്ട് ക്രൂരമായി കൊലപാതകം നടത്തുകയോ ദ്രോഹിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചിരിക്കുന്നു, വർത്താനം പറയുന്നതിൽ ചിന്തിക്കാറില്ല, അങ്ങനെ വർത്താനം പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും ജനങ്ങൾ, നമ്മൾ എത്രയോ പാസ്പോർട്ട് തന്നെ എൻ്റെ കയ്യിൽ 10 പാസ്പോർട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമ്മൾ പൈസ രാജ്യത്ത് പോയിരുന്നുണ്ടോ? ഇഷ്ടം പോലെ മലയാളികളുള്ള സ്ഥലത്തല്ലേ നമുക്ക് വരത്തുള്ളൂ. ഉഗാണ്ട, കെനിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉഗാണ്ട, കെനിയ, ജോഹന്നസ്ബർഗ്, ബോട്സ്വാന, ആഫ്രിക്ക തന്നെ ഇത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ടാൻസാനിയ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നെ പോലെ ഒരാൾക്ക്, ഒരു സാധാരണ കുടുംബത്തിൽ പെടുന്ന ആൾക്ക് ഇത്രയും അനുഗ്രഹവും, പ്രത്യേകിച്ച് എന്നാൽ വലിയ ഭയങ്കര സൂപ്പർമാൻ്റെ കഴിവും കൊണ്ടൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത്. കലകലാന്ന് വർത്താനം പറയുക, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക കുറച്ച്. അതും ഡാൻസ് ഒന്നും വലിയ പഠിച്ചിട്ടൊന്നുമില്ല, വരുന്ന പോലെ ആകുന്ന പോലെ അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. റിമിയുടെ ആദ്യകാലത്ത് ഒരു പക്ഷേ റിമിയെ ഒരുപാട് സഹായിച്ച, അല്ലെങ്കിൽ റിമിയോടൊപ്പം ഈ കലാരംഗത്ത് നിലയുറപ്പിച്ച്, റിമിയോടൊപ്പമല്ല, റിമിക്ക് വളരെ മുമ്പ് തന്നെ, പക്ഷെ റിമിയെ പരിപോഷിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും വലിയൊരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഡും ഡും ഡുമിലെ സഹാവതാരകം വരട്ടെ. ഹലോ റിമി, നമസ്കാരം. ഓർമ്മയുണ്ട് ഈ കൈരളിയിൽ, ഇതേ കൈരളി ചാനലിൻ്റെ ഡുണ്ടുണ്ടും PPP എന്ന് പറയുന്ന പരിപാടിയിൽ ആദ്യമായി ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഉള്ള റിമിയല്ല. ഇപ്പോൾ റിമി ഒരുപാട് വളർന്നു. ക്യാമറ എന്ന് പറയുന്നത് റിമിക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല, അതിനെപ്പറ്റി മൈൻഡ് ചെയ്യില്ല, അങ്ങനൊരു സംഭവം ഫ്രണ്ടിലുണ്ടെന്നുള്ളൊരു പേടിയില്ല, അങ്കലാപ്പില്ലാത്ത റിമിയായി. ഇപ്പോൾ സിനിമ ക്യാമറയുടെ മുമ്പിൽ, മൂവി ക്യാമറയുടെ മുമ്പിൽ വരെ റിമി എത്തി, നായികയായി. ശരിക്ക് എന്താണ് റിമിക്ക് TV ക്യാമറയും മൂവി ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം തോന്നിയിട്ടുള്ളത്? TV ക്യാമറയും മൂവി ക്യാമറയും തമ്മിൽ വ്യത്യാസം. TV ക്യാമറ എൻ്റെ മുന്നിലുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷെ പണ്ട് ഡുണ്ടുണ്ടും PPP അവതരിപ്പിക്കാൻ വന്നപ്പോൾ അങ്ങനെയായിരുന്നില്ല. ഈ TV ക്യാമറയെ പോലും എനിക്ക് പേടിയായിരുന്നു. നമ്മൾ ഏത് കാര്യം ചെയ്തല്ലേ. റിമിക്ക് പേടിയുണ്ടായിരുന്നോ? TV ക്യാമറ റിമിയല്ലേ ആൾക്കാർക്ക് പേടി? ആ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറയണം എന്നൊക്കെ അതേപോലെയല്ലേ സിനിമ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അടുത്ത സിനിമയാകുമ്പോഴേക്കും അതങ്ങ് പോകും റിമി. അറിയില്ല, അത് പുതിയ കോൾ ഷീറ്റ് ഒക്കെ ഒപ്പുവെച്ച് തുടങ്ങിയ. ഇല്ല, അങ്ങോട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, സിനിമ ഇറങ്ങട്ടെ. പക്ഷെ അതിനു മുമ്പ് 1-2 സിനിമകളൊക്കെ റിമി അഭിനയിച്ചല്ലേ? 5 സുന്ദരി മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി മറ്റേ പാട്ടിന്റെ സീൻ മാത്രമല്ലേ. കത്രീന കൈഫിന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെയാണ് ഫസ്റ്റ് അഭിനയിച്ചത്. ചെറിയ കാര്യമല്ല. അല്ല, അന്ന് കത്രീന കൈഫ് ഇത്ര ഫേമസ് അല്ല കേട്ടോ. ബൽറാം വേഴ്സസ് താരദാസില് അവരേതോ ഒരു ഹിന്ദി സിനിമയിലാണ്ട് ഒരു സിനിമയിലും കണ്ട് അഭിനയിച്ചിരിക്കുകയാണ്. അന്ന് ഞാൻ ഫോട്ടോ പോലും എടുത്തിട്ടില്ല, കാരണം എനിക്ക് ആരാന്നൊന്നും മനസ്സിലായില്ല. അന്ന് റിമി സ്റ്റാറാണ്. പക്ഷെ അന്ന് മറ്റേ ഈ വെളിച്ചെണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ പുറകോട്ട് കെട്ടി വെക്കുകയായിരുന്നു അല്ലേ. പിന്നെ പാവാടയും ബ്ലൗസ്, മുടി പൊക്കി കെട്ടാണ്ട് ഒരു സ്റ്റേജിൽ കയറത്തില്ല. കാരണം എനിക്കെന്തോ പലരും പറയും റീമിയ പോകും, മുടിയൊന്ന് അഴിച്ചിട്. എപ്പോഴും ഞങ്ങൾ അത് തന്നെ കണ്ടു മടുത്തു. എങ്ങനെ ഈ കോലത്തിലേക്ക് വന്നത്? ഇതൊക്കെ ചുരുട്ടി ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ പോകുക, അതൊന്നല്ല. ഇടയ്ക്ക് കുറച്ച് നേരെയൊക്കെ ആക്കിയിരുന്നില്ലേ? എങ്ങനെ വേണല്ലോ ആക്കാൻ മുടി, പൈസ കൊടുത്താലേ. നമ്മ പൈസ കൊടുക്കണം, അതാണ് പ്രധാനം. പക്ഷെ ഇങ്ങനെ ആക്കാനുള്ള മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിന്റെ ഒരു പ്രത്യേക വാസന അനുസരിച്ചാണ് നമ്മുടെ ഈ പറഞ്ഞ മുടിയും രൂപമൊക്കെ. ഒരാൾ വരട്ടെ. ഹലോ റിമി, നമ്മൾ കാരണം പല സ്ഥലത്തും പല നാട്ടുകാരുടെ ഇടയിലും ഒക്കെ സംശയങ്ങളുണ്ടായിട്ടുണ്ട്. റിമി ടോമിയും ടിനി ടോമും തമ്മിലുള്ള ബന്ധം എന്താണ്? പല സ്ഥലത്തും ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ശ്രീലങ്കയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുക, നിങ്ങളുടെ പെങ്ങൾ ദുബായ് എയർപോർട്ടിലുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഫാമിലി മൊത്തമായിട്ട് ഓരോ എയർപോർട്ടിലാണ് ജീവിക്കുന്നതെന്നാണ് പലരുടെയും വിചാരം. അപ്പോൾ ഈ അടുത്ത് ആൻഡോ ചേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 പള്ളിയിലച്ചന്മാർ വരുന്നുണ്ട്, അവർ വന്നിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ 2 അച്ഛന്മാരെത്തിയപ്പോൾ എന്നെ കണ്ടതും അവരുടെ മുഖമൊക്കെ അങ്ങ് വളിച്ചുപോയി. അപ്പോൾ അവരുദ്ദേശിച്ചത് റിമി ടോമീനെയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അയ്യോ, ഞങ്ങൾ വിചാരിച്ചു ആ പാട്ടുകാരി കൊച്ചായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ചെറായിന്ന് വണ്ടി ഓടിച്ച് ഇരിങ്ങാലക്കുട വരെ എത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ റിമിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പം ഞാനിവിടെ വരുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റിമി ഇപ്പോൾ പറയുന്നുണ്ടാവും ഞാൻ ജയറാമിൻ്റെ നായികയായിട്ട് മലയാള സിനിമയിൽ രംഗപ്രവേശം ചെയ്യുകയാണെന്ന്. പക്ഷെ അതിനു മുൻപ് ഒരു നായകനുണ്ടായിരുന്നു. ആഷിഖ് കപൂറിൻ്റെ 5 സുന്ദരികൾ എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാനായിരുന്നു റിമിയുടെ നായകൻ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചു. അപ്പോൾ ഈ ഒരു പാര വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എനിക്കൊരു സംശയം പറ്റൊന്നുമല്ല, ഇപ്പോൾ ജയറാമിൻ്റെ നായികയാണെന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു സ്റ്റാർ വാല്യൂ കുറഞ്ഞത് കൊണ്ടാണോ റിമി ആദ്യ ചിത്രം എന്ന് ഇപ്പോൾ അവകാശപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത്? അപ്പോൾ അതിനൊരു പാരവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ഇനി ബാക്കി റിമി കണ്ടിന്യൂ ചെയ്തു. താങ്ക് യു.
ആ സ്വഭാവം ഒരിക്കലും മാറില്ല ടീനിച്ചേട്ടന്റെ. ഞാൻ ഒരിക്കലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യ ചിത്രമാണ് ഇത്? ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയുകയും ചെയ്യാം അഞ്ജു സുന്ദരി ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന്, ഇല്ലേ? ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്റെ ആദ്യത്തെ ചിത്രമാണ്. നായികയായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ ചിത്രമാണെന്നാണ് സാർ ഉൾപ്പെടെ എല്ലാവരും പറയും. പക്ഷെ ടിനി ടോം സമ്മതിക്കില്ല. അതിൽ അഞ്ജു സുന്ദരിയിൽ ഞാൻ നായികയായിരുന്നു. അതായത് നായിക ആ സിനിമയിൽ അഭിനയിച്ചാൽ ആദ്യം ടിനിച്ചേട്ടന്റെ പേരായിട്ടാണ് അഭിനയിച്ചത്. അത് എവിടെ വേണേലും പറയുന്നത് എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ടിനിച്ചേട്ടൻ പറഞ്ഞ ടിനിയെ വിട്ടിട്ട് ജയറാമിന് കൂടെ പോയിന്നാണ് ടിനിച്ചേട്ടൻ പറഞ്ഞത്. ടിനിച്ചേട്ടൻ ഇനി വിഷമമുണ്ടോ? അതാണ് ആ വിഷമമല്ലേ അതായിരിക്കും പുള്ളി വിചാരിച്ചു ഞാൻ ടിനിച്ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ആജീവനാന്ത അങ്ങ് ഇരുന്നോളൂ എന്ന്. അതായിരിക്കും പുള്ളിക്ക് പറ്റിപ്പോയത്. അടുത്ത സിനിമയിൽ ടിനി പേടിക്കണ്ട. അതായത് ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ മൂവിയായി അതിനുശേഷം റോയ്സിന്റെ അടുത്ത് ഞങ്ങൾ വീണ്ടും ഒരു അപേക്ഷ നൽകുന്നതാണ്. അപ്പൊ റോയ്സ് പറയും ഒന്നും കൂടി അല്ലെ, ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ അല്ലെ അപേക്ഷ? അതെ അതെ. ഈ ബിൽഡിംഗ് പെർമിറ്റ് പോലെ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ റോയ്സിന് തന്നെ എന്താ പറയാ, അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള കാര്യം ഇതിപ്പോ മോശം കാര്യമൊന്നും അല്ലല്ലോ സിനിമ ചെയ്യുന്നത്. എന്നാലും പുള്ളിക്ക് ഒരു ബൈക്ക് ക്ലബ് ഉണ്ട്, അങ്ങനെ സിനിമയിലേക്കൊന്നും പോകണ്ട. റോയ്സ് സമ്മതിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് നല്ല ഓഫർ വന്ന എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ റോയ്സെ ഒന്ന് സമ്മതിക്കും. എന്താ കാരണം വെച്ചാല് ഒരുപക്ഷെ നാളെ മലയാള സിനിമ കീഴടക്കി മുൻപോട്ട് മാർച്ച് ചെയ്യേണ്ട വലിയൊരു നടിയാണിത്, അഭിനേത്രി. ഇത് പോട്ടെ, നീ സമ്മതിച്ചാലും സമ്മതിച്ചില്ല, ഈ ഒരു സിനിമ സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. അത് തന്നെ എനിക്ക് വലിയൊരു റോയ്സ് ഇല്ലെങ്കിൽ, റോയ്സിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. റോയ്സ് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതെനിക്ക് കാരണം എന്റെ മനസ്സിൽ വലിയ റോയ്സ് ആദ്യം എന്താ പറഞ്ഞ റിമി, ഉള്ള സത്യം പറ. ആദ്യം പറയുന്നത് നമുക്ക് പറ്റിയ ഏർപ്പാടല്ല, മതിയാക്കി വെറുതെ ചുമ്മാ പറഞ്ഞു. കാരണം അഞ്ജു സുന്ദരി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ റോയ്സ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് എനിക്ക് വിഷമിക്കുന്നതും അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയായിട്ട് റോയ്സിന് മനസ്സിലായി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഇനി ചോദിക്കുകയല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയാണ് പിന്നെ ധൈര്യമായിട്ട് എല്ലാ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉറങ്ങി തളർന്നല്ലോ, ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങിയ കലാകാരിയായി എന്നിലുള്ള അഭിനേത്രിയെ വലിച്ച് പീഡിച്ചു കൊണ്ടുവന്ന് കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടനും കൊണ്ടുവന്ന് ആൻഡോയും കൂടെ കൊണ്ടുവന്നു. ആൻഡോ ചേട്ടനാണ് ഫസ്റ്റ് വിളിക്കുന്നത്. ഇവൻ നാദൃഷിക വരെ പറഞ്ഞിരുന്നു. എനിക്ക് ജീവിതത്തിൽ നാദൃഷികയുടെ കമന്റ് കേട്ടപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റും. നാദൃഷികയാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എനിക്കൊരു കടപ്പാടുള്ള വ്യക്തി. നാദൃഷിക, ലാൽ ജോസ് സാർ, ദിലീപ് ഏട്ടൻ, വിദ്യാസാഗർ. അതൊരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിങ്ങമാസം എന്ന ലേബൽ ഇല്ലെങ്കിൽ കൈരളി പോലും ആ പരിപാടി പോലും എന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം എനിക്കൊരു അവതാരയ്ക്ക് വേണ്ട യാതൊരു ക്വാളിറ്റീസും ഇല്ലായിരുന്നു. ശരിയല്ലേ? ഉണ്ടായിരുന്നു, നല്ല സ്പ്രിംഗ് ഉണ്ടായിരുന്നു കാലിന് മുകളിൽ. ചുമ്മാ കിടന്ന് സ്പ്രിംഗ് കിടന്ന് ചാടി കഴിഞ്ഞാൽ പാട്ട് വന്നില്ലെങ്കിൽ പാട്ട് വന്നിരുന്നു റിമി. എന്ന കാര്യത്തിൽ റിമിക്ക് അതിനകത്ത് റിമീനെ അങ്ങനെ ആൾക്കാരെ കൗതുകപൂർവ്വം നോക്കിയിരുന്നു. ആക്ച്വലി ഒരിക്കലും ഒരാളെ ചുമ്മാ കിടന്ന് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗാനമേളയ്ക്ക് ആരെങ്കിലും കേട്ടോണ്ടിരിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന എൻ്റെ ശബ്ദം അടയ്ക്കുന്ന സമയത്താണ്. അപ്പോൾ എനിക്ക് പ്രോഗ്രാം ഏറ്റെടുത്ത പരിപാടി എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഏൽപ്പിക്കാൻ നോക്കും. പക്ഷേ അവർ പറയും പറ്റത്തില്ല. അപ്പോൾ ആ ഇല്ലാത്ത ശബ്ദം വെച്ച് നമ്മൾ പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. റിമി ഗായികയാണ്. ഗാനം ആലപിക്കുമ്പോഴാണ് റിമിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷം മുഖത്തേക്ക് കാണുന്നത്. അവതാരകയാണ്. ഒരേ സമയത്ത് കേരളത്തിലെ എല്ലാ ചാനലുകളിലും റിമി ഒരുമാതിരി ഇവിടെ 12 ചാനലിൽ ഒരേ സമയത്ത് ഇല്ല അങ്ങനെ ഒന്നുമില്ല, 3-4 ചെയ്തിട്ടുണ്ട്. അത്ര 4 ചാനലിൽ ഒരേ സമയത്ത് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ഒരു സിനിമയിൽ നായികയാകും. വരട്ടെ, ആരോ എന്തോ. ഹായ് റിമി. റിമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. നമ്മൾ കുറച്ച് ഷോസേ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ കൂടുതലും അടുത്തറിഞ്ഞത് നമ്മൾ കാനഡ ട്രിപ്പ് ഇപ്പോൾ ഒരു ഷോ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും റിമി എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. അത് പ്രായം കൂടുന്നുണ്ടെന്നല്ലാണ്ട് മനസ്സ് ചെറിയ കുട്ടിയാണ് ശരിക്കും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പാട്ട് അധികം വേണ്ട, നമുക്ക് സിനിമയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട്. കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഏതിലാണ് തോന്നിയിട്ടുള്ളത്? പാടുന്നതിലാണോ, ഷോസ് അവതരിപ്പിക്കുന്നതിലാണോ, അതോ ഇപ്പോൾ ഈ പുതിയ അവതാരത്തിൽ കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം? എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് കേട്ടോ. ഈ കുട്ടി എന്താ വിളിച്ചത്? റിമി തന്നെ റിമിന്നാണ് ഞാൻ കേട്ടത്. റമ്മി എന്ന് പറഞ്ഞ റമ്മി കളിക്കുന്ന. എനിക്ക് അറിയാവുന്ന ജോലി എന്ന് പറഞ്ഞാൽ പാട്ടും അവതരണമാണ്. ഇപ്പൊ ഒരു സിനിമയിലേ ആയിട്ടുള്ളൂ, പക്ഷെ ഞാൻ അത് എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഒരു വീർപ്പൂട്ടിലാണോ? എങ്ങനെയാവുന്നൊരിതുണ്ട്. പക്ഷെ ഇല്ലെങ്കിലും ഈ പത്രഭാഷ പറഞ്ഞ ആശങ്കയുടെ മുൾമുനയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഉദ്വേഗത്തിന്റെ, ആകാംക്ഷയുടെ. കാരണം ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ വേറെ എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇതിലൂടെ എന്റെ വിധി നിർണ്ണയിക്കാൻ പോവാന്നൊക്കെ എനിക്ക് പറയാം.
പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ചെയ്ത ജോലി നന്നായിരിക്കണേ, മോശം പറയരുത് ആരെ കൊണ്ട് മോശം പറയിപ്പിക്കും, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല പ്രൊഡ്യൂസർക്ക് പൈസ പോകരുത്, അത്രേ ഉള്ളൂ. കണ്ണൻ ചേട്ടൻ വിഷമുണ്ടാകരുത്, അത്രേ ഉണ്ട്. ജയറാം ചേട്ടൻ ഒരിക്കലും വിഷമുണ്ടാകരുത്, ഒരിക്കലും ഉണ്ടാവരുത്. ഇതാണ്. വരട്ടെ ഒരു സുഹൃത്ത്. ഞാൻ റീമിയോട് എപ്പോൾ കാണുമ്പോഴും ചോദിക്കാൻ വിചാരിച്ചിട്ട് മറന്നു പോകുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നൊരു 13 വർഷമായിട്ട് ഞാൻ റീമിയോട് ഇതുവരെ ചോദിക്കാത്തൊരു കാര്യം. ഇത് ചോദ്യം ഒന്നുമല്ല, ജസ്റ്റ് ഒരു കൺഫ്യൂഷനാണ്. റീമി ശരിക്കും റിമി ടോമി ആണോ അതോ റീമി ടോമി ആണോ? അതെന്നും എനിക്ക്, കാരണം ഞാൻ റീമി എന്ന് പറയുമ്പോൾ പലരും റീമിയാണോ ഉദ്ദേശിച്ചത്, ആരോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ഓ റിമി ടോമിയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എന്നും നേരിട്ടത് ആ കൺഫ്യൂഷൻ തീർക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ പോവാം. ഞാനപ്പോൾ വെറുതെ പറഞ്ഞല്ലേ, പല ആൾക്കാർ റീമി എന്ന് വിളിക്കും, റിമി എന്ന് വിളിക്കും. ആ കുട്ടി റമ്മി എന്ന് വിളിച്ചോന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു സത്യമായിട്ട്. അതൊരു നല്ല ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് മനസ്സിലായില്ല ഇപ്പൊ. കണ്ടോ, കാവ്യ പോലും ചോദിച്ചു. അതെ, കാവ്യയെ പറ്റി പറയാനാണ് ഞാൻ കണ്ടേക്കുന്ന ഇത്രയും ആഘോഷിക്കപ്പെട്ട മീശമാധവനാണ് എൻ്റെ ഫസ്റ്റ് പടം. ഞാൻ പാടി ഗാനമേളയ്ക്കൊക്കെ തുടങ്ങുന്നതും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ എന്നാണ്. അപ്പം ഞാൻ കണ്ടു തുടങ്ങിയത്തോളം മലയാള സിനിമയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഹീറോയിൻ അന്നും കാവ്യ മാധവനാണ്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ടാണ്. എൻ്റെ പാലയിലുള്ള വീടുകളിലാണെങ്കിലും ഇതിലാണെങ്കിലും നമ്മൾ വിളിച്ചില്ലെങ്കിൽ ആ വഴി പോകുമ്പോൾ കയറി വരാൻ കാണിക്കുന്ന ഒരു മനസ്സും അതൊക്കെ നല്ലൊരു മനസ്സ് ഉള്ള ഒരാളാണ്. കാവ്യ ചോദിച്ചത് എൻ്റെ ശരിക്കുള്ള സ്കൂളിൽ തൊട്ടുള്ള പേര് റീമി ടോമി എന്നാ. ഓ, റീമി ടോമി എന്നാണ്. പക്ഷേ മീശമാധവന്റെ CD-ലാ തോന്നുന്നു റിമി ടോമി എന്ന് കണ്ടു. പിന്നെ നിങ്ങൾക്കൊക്കെ വിളിക്കാനുള്ള എളുപ്പത്തിൽ എല്ലാവരും അങ്ങനെ ഷോർട്ട് ആക്കിയതാ. പിന്നെ ആരും ചോദിച്ചാൽ റിമി ടോമി, ഞാനും അങ്ങനെ ആക്കി. യഥാർത്ഥത്തിൽ റീമി ടോമി എന്നാണ്. റീമി വേണ്ട, റീമിയാണ് എന്റെ പേര്. എന്തായാലും നമുക്ക് കാവ്യക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ മീശമാധവനിലെ പാട്ട്, കാവ്യക്ക് വേണ്ടി ചിങ്ങമാസമല്ല ഞാൻ പാടാം, കരിമിഴി കുരുവി പാടാം. ഓക്കെ. ഈ സൗഹൃദങ്ങൾ ഒരുപാടുണ്ടോ റിമിക്ക്? ഒരുപാട് വളരെ കുറവാണ്. ചില സൗഹൃദങ്ങളൊക്കെ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ടോ? സൗഹൃദം കുറവുണ്ട് എനിക്ക്. ഉണ്ട്. പക്ഷെ സൗഹൃദങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷെ എന്തോ കുറവാണ്. തിരക്കുള്ള ജീവിതം കാരണമാണോ അതെയോ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണോ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ റിമിക്ക് ഇല്ലാതെ പോകുന്നു? പിന്നെ ചില സൗഹൃദങ്ങളൊക്കെ പെട്ടെന്ന് കണ്ട് അസ്തമിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ നിൽക്കുന്ന നല്ലത്. ഒരുപാട് ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലോട്ട് പോയിട്ട് പിന്നെ അത് വെറുതെ ഇതാവാത്ത നല്ലത്. എല്ലാവരും കാണുമ്പോ എപ്പോൾ കണ്ടാലും ഹായ് സന്തോഷം, അതല്ലേ നല്ലത്. കൂടുതൽ അടുത്ത ചിലപ്പം എടുത്താലും അത് വേറെ പ്രശ്നങ്ങൾ വരും. ഭാവനയൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു ഇടയ്ക്ക്. ഇപ്പോഴും സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് കഴിഞ്ഞ ദിവസവും മറ്റേ ഒരു ചെന്നൈ എയർപോർട്ടിലൊക്കെ വെച്ച് കണ്ടപ്പോഴും അതെ, അത് അങ്ങനെ വേറൊന്നും ഇല്ല. ഇപ്പൊ അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതോ സിനിമയിൽ എന്നെ കണ്ട കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ സൗഹൃദം ഒരുപക്ഷെ അത്ര തീഷ്ണമായ സൗഹൃദങ്ങൾ പിന്നീട് അല്പം കുറഞ്ഞു പോകുമ്പോൾ ഒരു മനസ്സിൽ വിഷമമുണ്ടോ? ഇല്ല, മനസ്സുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല, ഭാവനയ്ക്കും ഇല്ല അങ്ങനെയൊന്നും. പിന്നെ ഭയങ്കരമായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ വീട്ടിൽ പോകും, എറണാകുളം പാസ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ കയറും, അങ്ങനെ ഒന്നിച്ച് പോകുന്നു, സിനിമയ്ക്ക് പോകണു, ഒന്നിച്ച് എവിടെ പോയാലും ഒന്നിച്ച് പോകണു, അങ്ങനെ 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 പോകണ ഒരു അത് മാത്രം ഇത്തിരി കുറഞ്ഞു. കാരണം അത് കുറയൂല, ഞാനും എറണാകുളത്തേക്ക് താമസം മാറിയാൽ കുറയും. ഒരുപക്ഷെ ഈ മേഖലയിലെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു സ്വഭാവത്തെ കുറിച്ച് ഒരാൾ കമന്റ് ചെയ്തു. വരട്ടെ. റിമി എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എൻ്റെ തോടി വരും. സാറേ, സാറിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. സാർ ഇങ്ങനെ മദ്രാസിൽ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോ? മദ്രാസിലൊരു പാരയുണ്ട്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടാസി അതൊക്കെ ആരെന്ന് ചോദിച്ചോണം കേട്ടോ. ഞാൻ പറഞ്ഞു, റിമിയുടെ അടുത്ത് പറയണമെങ്കിൽ ഞാൻ റിമിയുടെ അടുത്ത് എന്നെ ഓപ്പണായിട്ട് പറയത്തില്ലേ, റിമിക്ക് എന്നെ വിശ്വസിക്കാം. കാരണം അതുകൊണ്ട് റിമിക്ക് ഞാനത് തെളിയിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകും. അത് കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് പറയും, സാർ ഇങ്ങനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞെന്നറിഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അത് കാരണം സാറുമായിട്ട് സംസാരിക്കേണ്ടെന്നൊക്കെ വെച്ചതാണ്, സാറുമായിട്ട് ഇനി മിണ്ടത്തില്ല എന്ന് വെച്ചതാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാസം ഇല്ലയോ എൻ്റെ പടത്തിൽ പാടിയത് ആമയും മുയലും, അപ്പോൾ ചോദിക്കാത്ത എന്തായിരുന്നു? അപ്പോൾ ചോദിക്കേണ്ടെന്നങ്ങ് വെച്ചു. അതെന്താ കാര്യം? അപ്പോൾ അത് പറഞ്ഞു. അവിടെ അത് അവസാനിച്ചു. ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഈയിടെ കണ്ടപ്പോഴത്തേക്ക് റിമി, അപ്പോൾ ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു, റിമി അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ റിമി എന്നെ വിളിച്ചുമില്ല. ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചിട്ട് റിമി വിളിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ച് എന്തെങ്കിലും ബിസി ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ തിങ്കൾ മുതൽ വെള്ളി എന്ന് പറഞ്ഞ പിന്നെ റിമിയുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നപ്പം ആർപ്പുകളുടെ പ്രൊമോഷൻ സെറ്റ് വന്നപ്പം എൻ്റെ ചോദിച്ചു, സാറ് ഫേസ്ബുക്കിൽ എൻ്റെ ഒരെണ്ണം പോസ്റ്റ് ചെയ്തു, ഷെയർ ചെയ്തു.
ഞാൻ പറഞ്ഞു റിമി എൻ്റെ അതേണ്ട ഐപാഡ് ഇരിക്കുകയാണ് ചെക്ക്. അല്ല അറിയാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു റിമി ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് പറയുന്ന ഇനി വിശ്വസിക്കേ അരുതെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ സത്യം അടിച്ചിരിക്കുകയാണ്. ബ്രിട്ടാസ് ജി ഇത് ഓരോന്നായിട്ട് ചോദിക്കണം, ചോദിച്ചൊന്ന് മനസ്സിലായിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, തമാശ ആയിരിക്കും. സാറേ 1 എന്തായിരുന്നു? സാറേ 2 എന്തായിരുന്നു? സാറേ 3 എന്തായിരുന്നു? 1 എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറന്നിട്ടില്ല. കാരണം ആദ്യത്തെ ഇത് സൗണ്ട് പോയിരുന്ന സമയത്ത് എനിക്ക് ശബ്ദം ശരിക്കും ഒരു വർഷത്തോളം എന്ന് പറയാം ഒരു സർജറി ഒക്കെ ചെയ്ത് ഒരു വർഷത്തോളം ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് ശബ്ദത്തിന് വേണ്ടി എനിക്ക് ശബ്ദം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യും. നമുക്ക് ജീവിതത്തിൽ അതാണല്ലോ ഏറ്റവും വിലപിടിപ്പുള്ളത്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ലാലേട്ടന്റെ ഒരു ഷോ ആണ് പിന്നെ ആ ശബ്ദം തിരിച്ചു വന്നതിന് ശേഷം ഫസ്റ്റ് അമേരിക്കയിൽ പോണത്, താരാട്സ് വിജയൻ ചേട്ടൻ. അപ്പൊ ഞാൻ അവിടെ അപ്പൊ ആ സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ MG ശ്രീകുമാർ വിളിച്ചിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ ആ പാട്ടുകാരിനെ വിളിക്കണ്ട, പുള്ളിക്കാരത്തെ ഒരു ശബ്ദമൊക്കെ പോയി. ഒന്നാമത് ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും മിൻമിനി ചേച്ചിക്ക് വന്ന പോലെ വന്നു, അടുത്ത മിൻമിനിക്ക് പിന്തുടർന്ന് അടുത്ത ഗായിക വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന നമ്മളെ പരിചയമുള്ള ഒരാൾ ചോദിക്കും ബാക്കി ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഈ ഇൻഡസ്ട്രിയിലുള്ള നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും കേട്ടെന്ന് വെച്ചാൽ ഇപ്പം സാറിനെ പറ്റി ആരെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഇരിക്കില്ല, അപ്പം തന്നെ ഞാൻ ചോദിച്ചത് ക്ലിയർ ആക്കി പിന്നെ സന്തോഷമായിട്ട് പിന്നെ അത് മനസ്സിൽ വെച്ച് അവരെ മനസ്സിലൊന്ന് വെച്ചിട്ട് ഉള്ളിൽ വേറെ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ റിമി ഈ പ്രൊഫഷനിൽ സ്വാഭാവികമായിട്ടും കുശുമ്പും കുന്നായ്മയും കുനിഷ്ടവും അതിപ്പോ എല്ലാരും ഇപ്പൊ നമ്മളെ കണ്ട് ചിരിക്കുന്നവരൊക്കെ തന്നെ മനസ്സിൽ നന്നായിട്ട് ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വാശി പിടിക്കാനും പറ്റില്ല. നമ്മൾ നന്നാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്നില്ല. ഞാൻ ചോദിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് എനിക്കറിയത്തില്ല, മൂന്നാമത്തെ ഇപ്പൊ അറിയാലോ ഫേസ്ബുക്കിന്റെ ഓരോ കാര്യങ്ങൾ അറിയാലോ, എന്തെങ്കിലും അപ്പൊ അതൊക്കെ എന്തെങ്കിലും ചോദിച്ചതായിരിക്കും. അത് പാല എന്നുള്ളത് റിമിയുടെ ഏറ്റവും എന്താ പറയുക ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. ഒരുപക്ഷെ പാലയെക്കുറിച്ച് റിമിയെ ടൂമിയെക്കുറിച്ചും കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരാള് നേരത്തെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഞാൻ റീപ്രൊഡ്യൂസ് കാണിച്ചു നോക്കി. മണിസാറിന് ഈ കുട്ടിയെ അറിയോ? റിമി ടോമി ഞങ്ങളുടെ അഭിമാനമല്ലേ, പാലായുടെ അഭിമാനമാണ് റിമി ടോമി. മണിസാറ് രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന കസർത്ത് മുഴുവൻ സ്റ്റേജിൽ കിടന്ന് ഈ റിമി ടോമി കളിക്കാറുണ്ട്. മാണിസാറിൻ്റെ രാഷ്ട്രീയത്തിലെ ചടുലമായ നീക്കങ്ങളാണ് എനിക്ക് സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്നതെന്ന് റിമി ടോമി പറഞ്ഞു. മാണിസാറാണ് ഞങ്ങളുടെ എന്താ പറയുക ഏറ്റവും എനിക്ക് ഇന്ത്യയിലെ തന്നെ അറിയത്തില്ലായിരുന്നു, ലോകത്തിലെ തന്നെ രാഷ്ട്രീയക്കാരെ ആ സമയത്ത് എനിക്ക് അറിയത്തില്ല. ഞാൻ ലോകത്തിന്റെ തലസ്ഥാനം പാലയും ലോകത്തിന്റെ പ്രധാനമന്ത്രി കെ മാണി അങ്ങനെയുള്ള സമയമായിരുന്നു. സ്കൂളിൽ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കെ മാണി സാർ വരും, ഒരു കല്യാണ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു രാജാവ് വരുന്ന പോലെ മാണി സാർ വരും. അങ്ങനെ പാലായിലെ സംബന്ധിച്ച് പാലായിൽ എവിടെ തിരിഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മാണി സാറാണ്. ഞങ്ങൾ കൊച്ചിലോട്ട് മാണി സാറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ മാണി സാറിന് ഒരു കാര്യം, മാണി സാർ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ മാണി സാർ പറഞ്ഞു, ബ്രിട്ടാസേ ഇതൊക്കെ പറഞ്ഞാൽ ഈ പാലക്കാരി പെണ്ണുങ്ങളുണ്ടല്ലോ വെളവത്തികളാ, അവര് മുഖത്ത് നോക്കി നമ്മളെ കളിപ്പിച്ച് കളയും, ഒരു ഭാഗപ്പറച്ചില്ലാതെ കള്ളം പറഞ്ഞ കളയുന്നു. പുള്ളി രഹസ്യമായിട്ടാണ് പറഞ്ഞത്. എന്താ അങ്ങനെ പറയില്ലേ? ഇതുവരെ ഞാൻ ഇവിടെ ഒരു കള്ളം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാണിസാറ് പറയാം നല്ല കഴിവുള്ള സാമർത്ഥ്യക്കാരാണ്. സാമർത്ഥ്യം വേണമല്ലോ, സാമർത്ഥ്യം ഇത്തിരി അങ്ങനെ തന്നെ വിചാരിച്ചോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം. കള്ളം പറയൊന്നുമില്ല അല്ലേ? കള്ളം ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി ചില കള്ളങ്ങൾ പറയേണ്ട അവസരം വന്നാൽ ചിലപ്പോൾ പറഞ്ഞു പോവില്ലേ നമ്മള്. വൈറ്റ് ലൈസ്. എന്താ? വെള്ള നുണ. പക്ഷെ മാണിസാറിന് റിമിയെ വലിയ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ കോഴ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ജഗദീഷേട്ടൻ ഞാനും കൂടെ ഒക്കെ ഇരിക്കുകയായിരുന്നു. ഒരു സ്കിറ്റ് കാണുകയാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, സത്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മണിസാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ജഗദീഷയുടെ ചാടി കയറി പറഞ്ഞു, കണ്ടോ റിമിക്ക് പിടിച്ചില്ല, പാലക്കാരെ പറഞ്ഞപ്പോൾ റിമിക്ക് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആരുടെയും ഭാഗം പറഞ്ഞതല്ല, ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ആരെയും കുറ്റം ആരോപിക്കാൻ നമ്മൾ ആരും യോഗ്യതയുമല്ല. മാണിസാർ നമുക്ക് കിട്ടുമെന്ന് നോക്കിയാലോ? അതെയോ? ഹലോ സിബി, ഇത് JB ജംഗ്ഷന്റെ സെറ്റിൽ നിന്നാണ്. ജോൺ ബ്രിട്ടാസാ. നമുക്കൊന്ന് മാണിസാറിന് ഒരു സെക്കൻഡ് കിട്ടാൻ പറ്റുമോ? നമ്മുടെ റിമി ടോമി ഇവിടെയുണ്ട്, പാലയുടെ അഭിമാനം. നമസ്കാരം. ഇത് റിമി ടോമിയാണ്, റിമി ടോമി.
സാറേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അയ്യോ സുഖമായിട്ടിരിക്കും സാറേ. സാർ എവിടെയാ? തിരുവനന്തപുരത്താണോ? ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി നടക്കുമല്ലേ? സാറിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. മനസ്സ് രാഷ്ട്രീയ ജീവിതമാണ്, എനിക്കറിയാം. ഓരോരോ തല പുകയ്ക്കുന്ന ചൂടുള്ള സമയത്ത് നമുക്ക് വേണ്ടി ഒരു ഫോൺ കോളിന് വേണ്ടി വന്നല്ലോ. അപ്പൊ എല്ലാ പ്രോബ്ലംസും സോൾവ് ആകാനും നമ്മുടെ എല്ലാ പ്രാർത്ഥനയുണ്ട് കേട്ടോ. മാണിസാറേ, എന്താ ഞാനിപ്പോ ഈ റിമി കൊച്ചിനോട് ചോദിക്കേണ്ടത് എന്താണ്? ഒരു ചോദ്യം പറഞ്ഞാട്ടോ എനിക്ക്. അല്ല, റിമിയോട് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാരണം പ്രത്യേകിച്ച് റിമി എനിക്ക് നേരത്തെ ചെറുപ്പം തൊട്ടറിയാവുന്ന കുട്ടിയല്ലേ, എന്റെ നാട്ടുകാരിയല്ലേ, എന്റെ അയൽവക്കത്തുള്ള കുട്ടിയല്ലേ റിമി ടോമി. അപ്പൊ റിമി ടോമി ഇങ്ങനെ ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നടക്കുമ്പോ ഇനി വേണമെങ്കിൽ റിമി ടോമിനെ ഞങ്ങൾ വേണമെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ടോ വേണേ കുറച്ചു. മാണിസാറേ, എനിക്കറിയാം വലിയ തിരക്കാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ പിന്നീട് വിളിച്ചോളാം. എന്തായാലും താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, ശരി ശരി. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ പ്രചരണത്തിന്. ഓ, ശരി ശരി ശരി. അല്ല, മാണിസാർ പറഞ്ഞെന്താ അറിയാം? അതായത് വേണമെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാകാനുള്ള വൈഭവം ഉണ്ടെന്നാ പറഞ്ഞേ. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട്, ആർപ്പോ കൈകൊട്ടി പാടാം, വരവേറ്റിടാം, വരവേറ്റിടാം. ആഭ്യന്തര മന്ത്രിയാണോ, ആഡംബരം ഒത്തിരി വേണം, ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം, അമ്പം അങ്ങനെ ഒന്നും ഒരാഗ്രഹവും ഇല്ല. ഒന്ന് ട്രൈ നോക്കാം. ഇല്ല, അതൊക്കെ നോക്കട്ടെ. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. 50 വയസ്സെന്ന് പറയുമ്പോൾ ഇനി അധികം ആവാനില്ല. ഇല്ല, അതാണ് അധിക സമയം ആയിട്ടില്ല. ഇല്ല, ഇനി വേണേ അടുത്ത വർഷം നമുക്ക് അമ്പ ആഘോഷിക്കാം. മതിയോ? സന്തോഷായോ? ഓ. മീശ മാധവൻ. റിമിക്ക് യഥാർത്ഥത്തിൽ മീശ മുളച്ച സമയമായിരുന്നു. അതും ചെറിയ മീശയല്ല, കൊമ്പൻ മീശ. എന്നല്ല ഞാൻ കറക്റ്റായിട്ടാ പറഞ്ഞ. കാണിച്ചുതരാം. മലയാള സിനിമയിലെ വ്യത്യസ്ത ശബ്ദമായി മാറുന്നത് ഈ സിനിമ കൊണ്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല റിമിക്ക് കൊമ്പൻ മീശ വന്നു എന്നുള്ളത്. എന്താ കാരണം വെച്ചാൽ അത്രത്തോളം ഒരു ഗ്രിപ്പ് ഈ ഒരു ഒറ്റ പാട്ട് കൊണ്ട് റിമി വീറ്റും. ഞെട്ടിപ്പോയ അതിൻ്റെ സക്സസ് കണ്ടിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു എൻട്രി കിട്ടുമെന്ന് എനിക്ക് നല്ല ഒരു പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു സാധാരണ പാലക്കാരിയായിട്ട് മറ്റേ പള്ളിയിലെ പാട്ട്, നൊവേന പാട്ട്, ഈശ്വരഗാനം ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ അതെ, ഈ രീതിയിൽ ഇങ്ങ് പോയി. കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ വരെ സിനിമാ പാട്ട് പോലും പാടിയിട്ടില്ല. സ്കൂൾ വരെ 10ാം ക്ലാസ് വരെ ലൈറ്റ് മ്യൂസിക്, അല്ലെങ്കിൽ പള്ളി പാടുന്നു, ധ്യാനത്തിന് പാടുന്നു, കൊയറിന് പാടുന്നു, ഇതൊക്കെയായിരുന്നു എൻ്റെ മേഖല. ഈ പാട്ട് ഒരു 2 വരി പാടുന്നോ? അതേ ഇപ്പം വേണമെങ്കിൽ ഒരു പക്ഷേ ഈ പാട്ട് റിമിയുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം. എന്താണ് അവിഭാജ്യ ഘടകം? അനുസ്യൂതമായിട്ടുള്ള എനർജി, ഊർജ പ്രസരണം. അതുകൊണ്ടാണ് അനൂപ് മേനോൻ ഒരു വാക്ക് ഉപയോഗിച്ചു, പവർ ഹൗസ്. ഇതുപോലുള്ള ഫാസ്റ്റ് നമ്പേഴ്സ്, എനർജി, അതാണ് ഒരു പക്ഷേ റിമി ടോമിയെ മറ്റ് ഗായകരിൽ നിന്ന് മാറ്റി നിർത്തിയത്. എവിടുന്ന ഈ പവർ വരുന്നത്? ഇത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ആരെ പറഞ്ഞു കേട്ട് മൂലമറ്റം പവർ ഹൗസ് അടിച്ചു പോയാലും കുഴപ്പമില്ല, റിമി ഉണ്ടല്ലോ. എനർജിക്ക് ഇപ്പൊ എന്താ പറയാ, ഒരു സ്ഥലത്ത് ദൈവം ഇത്തിരി കുറച്ച് തന്നിട്ട് വേറെ സ്ഥലത്ത് ദൈവം ഇത്തിരി കൂട്ടി തന്നായിരിക്കാം. ഇത് കുറഞ്ഞപ്പോ മറ്റേ സ്ഥലത്ത് കൂട്ടി തന്നായിരിക്കും. അത് പറഞ്ഞപ്പോഴേ അറിയാൻ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലേ. പിന്നെ ബദാം ലേഹ്യം എനിക്ക് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഈ അടുത്ത പരസ്യം കണ്ടപ്പോ ഒത്തിരി പേര് അങ്ങനെയാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഇതായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ. ഒരു രംഗം ഞാൻ കാണിച്ചത്, രസകരമായ രംഗം. മൂപ്പര് ഡാൻസ് കളിച്ച് പോയേനെ. അല്ല, ഡാൻസ് കളിച്ച് പോയോണ്ട് എന്താ തെറ്റ്? പോയേനെന്ന് പറഞ്ഞാൽ നന്നാവുമായിരുന്നു. സങ്കീർത്തനത്തിൽ പോലും ദൈവം പോലും പറഞ്ഞിട്ടുണ്ട്. അത് ഏത് അധ്യായമാണെന്ന് എനിക്കറിയില്ല. നീ കർത്താവിനെ സ്തുതിക്കുമ്പോൾ കിന്നരി മീട്ടിയും പാട്ട് പാടിയും നൃത്തമാടിയും സ്തുതിക്കാനാ പറഞ്ഞേക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പള്ളിയിലുള്ള കുർബാനയിൽ ഒരുപാട് അല്ലല്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് സാറേ? ജീവിതം ജീവിക്കുന്നിടത്തോളം സമയം മനുഷ്യരാണ്. എപ്പോ വേണമെങ്കിലും നമ്മുടെ കാലം നേരെ പോകുമ്പോൾ ഒരു തല ഇടിച്ചാൽ തീർന്ന ജീവിതമുള്ളൂ നമ്മുടെ. ഒരു സൈക്കിൾ ഇടിച്ചാൽ മതി, തീർന്നു. അപ്പൊ ആ ഉള്ള ജീവിതം പാട്ട് കേട്ട് ഡാൻസ് ചെയ്ത് ആരെയും കൊലപ്പെടുത്താനൊന്നും പോകരുത്. മാരകമായി അടിച്ചു പൊളിച്ച് പാട്ട് കേട്ടാ സന്തോഷിച്ച് ഡാൻസ് ചെയ്യുന്നോണ്ട് അങ്ങനെ ജീവിക്കുന്നവര് ബുദ്ധിമാന്മാര്. ആരാ റിമി ടോമിക്ക് ബുദ്ധി കുറവാന്ന് പറഞ്ഞു?